നമസ്കാരം, സജുവാണ്. ഞങ്ങളൊരു യാത്രയിലാണ്. യാത്ര മീൻസ് മൂന്നാറിൽ നിന്ന് വട്ടവട വരെയുള്ള ഒരു യാത്രയിലാണ്. വട്ടവട ഇവിടം വരെ ഞങ്ങൾ ഫാമിലിയായിട്ട്, ഞാനും എൻ്റെ ശ്രീകലയും എൻ്റെ മകൾ അനഘയും കൂടെ ആയിട്ട് ഞങ്ങൾ വട്ടവടയിലേക്കുള്ള യാത്രയാണ്. ഇവിടെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഒരു ഗാർഡൻ നേഴ്സറി ഉണ്ട്. അവിടെ നമ്മളുടെ നാട്ടിൽ ഉള്ള ഫ്ലവറിനെയും കാട്ടിയൊക്കെ നല്ല രസമുള്ള ഫ്ലവറുകളാണ് അവിടെ ഉള്ളത്. കാണാനൊക്കെ കുറേ ഉണ്ട് ഫ്ലവേഴ്സ് അവിടെ. വരുന്നവർക്കതിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അതാണ്. അത് കഴിഞ്ഞിട്ടുള്ള പോകുന്ന വഴിക്ക് ഇവരുടെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ഒരു നേഴ്സറി ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നവർക്കിതിൽ ഇവിടെ തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും വേറെ തടസ്സങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പാർക്ക് ചെയ്ത് നമുക്ക് അവിടെ വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് ശരിക്കും സ്ഥലമുണ്ട്. റിപ്പിൾ ടീയുടെ ഒരു പാർക്കിങ്ങിൻ്റെ ഇതാണ്. അവിടെ പൈസയൊന്നും കൊടുക്കണ്ട. ഇപ്പം നേരത്തെയൊക്കെ നമുക്ക് ഈ നടന്നു വരുന്ന റോഡിലേക്ക് തന്നെയാണ് വണ്ടി ഇട്ടിട്ട് നമുക്ക് ആ നഴ്സറിയിലേക്ക് പോവേണ്ടത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ പോലീസിനെ നിർത്തിക്കിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ നോക്കി നമ്മളവിടെ നിന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ അങ്ങോട്ട് മുകളിലോട്ട് ഇപ്പോൾ വണ്ടി ഇടുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇടാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് മുകളിൽ ഇവിടെ നിന്ന് ശകലം ഒരു 200 മീറ്റർ നടക്കാനുള്ള ദൂരമുണ്ട്. അവിടെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. നമ്മളിപ്പോൾ ഗാർഡനിലേക്ക് ഞങ്ങൾ കയറുകയാണ്. നല്ല രസമുള്ള, ഇവിടെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവർ വരുന്നുണ്ട്, പോലീസ് വന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇവിടെ ഇടുന്ന സ്ഥലത്തേക്ക്. ഞങ്ങളിപ്പോൾ ഗാർഡനേറ്റിലോട്ട് അവിടെ പൈസയൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരത്തെ ആദ്യ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഫ്രീ ആയിരുന്നു. പിന്നീട് വരുന്ന സമയത്തൊക്കെ അവിടെ ഇപ്പം പൈസ വാങ്ങിച്ചാണ് ഇപ്പോൾ അതിനകത്ത് കയറ്റുന്നത്. എന്തായാലും ഞങ്ങൾ നേഴ്സറി ഗാർഡനിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തു. കാരണം ശ്രീ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഞങ്ങളിപ്പോൾ ആ നഴ്സറിക്കകത്ത് കയറി. അത് കയറിയിട്ട് ഇപ്പോൾ ആദ്യം കാണുന്നത് ആന്തൂറിയൊക്കെയാണ്. ഇതെല്ലാം ചൈനീസ് ബാൾസങ്ങളുടെ ഏരിയയാണ്. ബാൾസം ശരിക്കും മോഡലുണ്ട് ഇവിടെ, കളറുകൾ. നമ്മുടെ നാട്ടിലൊക്കെ ആവശ്യം പോലെ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ശരിക്കും ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് അന്തോറിയം വേറെയായിട്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഈ ബാൾസമൊക്കെ നട്ടു കഴിഞ്ഞാൽ ഫ്ലവറിങ്ങിന് ഭയങ്കര പാടാണ്. പക്ഷേ മൂന്നാറിലെ കാലാവസ്ഥയ്ക്ക് എല്ലാം നല്ല രീതിയിൽ ശരിക്കും കിട്ടും. ഇത് ബിഹോണിയുടെ വേറെ ടൈപ്പാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഇത് പൂക്കുന്ന കാര്യം തന്നെ സംശയമാണ് അവിടെയൊക്കെ. ഇവിടെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോഴേക്കും ഫ്ലവറിൻ്റെ കുറവായിരുന്നു. ഇപ്പോൾ നിറയെ ഫ്ലവർ ആയിട്ടുണ്ട് ഇവിടെ. ഉണ്ടല്ലേ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഫ്ലവറാണ് ഇതൊക്കെ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് കാട്ടുചെടിയാണെന്ന് തോന്നുന്നു. അതിനെടുത്ത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് വേറെ പേരൊന്നും അറിയില്ല. ഇതിപ്പം തിരുവനന്തപുരത്ത് നമുക്ക് അവിടെ ഇതിൻ്റെ പ്ലാന്റ്സൊക്കെ, ഈ പ്ലാന്റുകളുടെയൊക്കെ അവൈലബിളാണ്. എന്നുവെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പൂക്കുന്നതാണ്. നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ഷമീർ എന്ന് പറയും. ഷമീർ ഇതിൻ്റെ പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഈ സെയിം സാധനങ്ങളുടെ ഫ്ലവറുകളുടെ എല്ലാം
പ്ലാന്റ്സ് അവന് നമുക്കവിടെ നാട്ടിൽ കിട്ടുന്ന ചെയ്തു തരുന്നുണ്ട്. എനിക്കൊരു ഗ്രൂപ്പുണ്ട്, ഞാൻ കർഷകൻ എന്നുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്തൂടെ ആണ് അദ്ദേഹം സെയിൽ ചെയ്യുന്നത്. കൂടുതലായിട്ട് ശരിക്കും വെറൈറ്റി ഫ്ലവർ, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത വെറൈറ്റി ഫ്ലവറുകളെല്ലാം അവൻ അതുവഴി വിൽപ്പന നടത്തുന്നുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സാധനം അവിടെ എത്തുന്നതാണ്. എല്ലാം ഡാലിയ, വെറൈറ്റി ഡാലിയ. നമ്മളവിടെ ഇത്രയും വലിയ ഫ്ലവർ കിട്ടുന്ന കാര്യം സംശയമാണ്. അവിടെ റോസിൻ്റെയൊക്കെ വേണം, റോസൊക്കെ ഫ്ലവറിങ് ആയതുള്ളൂ, വരുന്നേ ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പ്ലാന്റിൻ്റെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ നമ്പർ, ഷമീറിൻ്റെ നമ്പർ, കിഡ്സ് ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവനിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഫ്ലവർ വാട്സപ്പ് വഴി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കംപ്ലീറ്റ് അയച്ചു തരും. നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് കിട്ടാത്ത ഫ്ലവറുകളെല്ലാം, ചെടികളെല്ലാം നിങ്ങൾക്ക് അവനിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ആളൊരു പോലീസുകാരൻ കൂടിയാണ്, അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവനിൽ നിന്ന് ഫ്ലവറൊക്കെ, ചെടികളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അതല്ലേ, എല്ലാം ചെറിയ റോസസാണ്. ഇതെല്ലാം വരുത് വർഷങ്ങളായി നിൽക്കുന്നതാണ്. ഇതൊക്കെ നമ്മളുടെയൊക്കെ റോസ് നട്ടാലും ഇത്രയും ഫ്ലവറിൽ വരില്ല. ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഒരു കിട്ടുന്നതാണ്. അടുത്തതിന് ബാൾസത്തിൻ്റെ പിന്നെ വരുന്നുണ്ട്. രാവിലെ തന്നെ ശരിക്കും ടൂറിസ്റ്റുകൾ ആവശ്യം പോലെ ഇതിനകത്ത് ഇപ്പം വന്നിട്ടുണ്ട്. 50 രൂപ എൻട്രി ഫീസാണ്. കുട്ടികൾക്ക് 25 രൂപയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് റോസകളുടെ സെക്ഷനാണിത്. നിറയെ റോസ നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഫ്ലവറിങ് അല്ലാത്ത സമയമാണ്, ആയി വരുന്നേ ഉള്ളത്. അവിടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ്. അതിനുവേണ്ടി പ്രത്യേകം സീറ്റുകളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇതിൽ നിന്ന് ഞാൻ ഇതിൻ്റെ കൊണ്ട ഇവിടുത്തെ വേലികളിലൊക്കെ നട്ടിക്കുന്നതാണ്. നല്ലൊരു ഫ്ലവറാണ്. പക്ഷേ നാട്ടിൽ കൊണ്ട് നട്ടിട്ട് ഇതിൻ്റെ പൂ വരുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്ലവറിങ് ആയി നിൽക്കുന്നുണ്ട്. ഇത് ഈ കാണുന്ന പാഷൻ ഫ്രൂട്ടാണ്, നമ്മുടെ വൈറ്റ് പാഷൻ ഫ്രൂട്ടാണ്. ഇവിടെ ഉണ്ട്, ഞാനും നാട്ടിൽ കൊണ്ട് നട്ടിട്ട് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. അത് ഇത് വൈറ്റ് പാഷൻ ഫ്രൂട്ട്, ഒന്നും പാകമായില്ല, അത് വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന ആണ്. നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ആണ്. ഗോൾഡൻ സൈപ്രസിനെ തെറ്റായിട്ടൊരു വിളക്കിൻ്റെ മോഡലിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഗോൾഡൻ സൈപ്രസ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. നല്ല രസമാണ്. വീട്ടിലൊക്കെ എൻ്റെ അവിടെ ഉണ്ട്, എൻ്റെ ഗാർഡൻ നഴ്സറിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനത്തെ പ്ലാന്റ് എല്ലാം തിരുവനന്തപുരത്ത് അവൈലബിൾ ആണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. രസമൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതേപോലെ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റൈലായിരിക്കും. ഏതിൽ ഇന്നലെ നമ്മൾ കണ്ട അത് തന്നെ, സെയിം സാധനം തന്നെ. ഇതിൻ്റെ കാര്യം വിട്ടു, എവിടെ നിന്ന് പറഞ്ഞാൽ എടുക്കാനല്ലായിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന്. ഇതിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവറിങ്ങിൻ്റെ ഭയങ്കര രസമായിട്ട് കേട്ടോ. ഇത് ഞങ്ങളിന്നലെ നമ്മുടെ സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പടർത്തിയിട്ടിട്ടുണ്ട് നന്നായിട്ട്. തേന് ഏറ്റവും കൂടുതൽ എടുക്കും. ഇതിനകത്ത് തന്നെ തേനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കയ്യിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെടിയിൽ നിന്ന് തേൻ നിറയെ വരും.
അതിൻ്റെ ചെടിയാണ് ഈ നിൽക്കുന്നത്. ഫ്ലവറിങ് ആയില്ല അത്. ഇതെന്ന് വെച്ചാൽ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നേരത്തെ വരുമ്പോൾ നമുക്ക് നിറയെ ഫ്ലവറുകളുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര തേപ്പായി അവർ പറ്റിക്കുന്നുണ്ട് നമ്മളെയൊക്കെ. ഫ്ലവറിങ് ഉണ്ടായിരുന്നിട്ട് ഇപ്പം കുറവാണ്. എല്ലാം ബാൾസം മാത്രമേ ഉള്ളൂ അല്ലേ. റോസ് സ്റ്റാൻഡേർഡ് റോസാണ്. ഇതിനകത്തുള്ള മുട്ട് നീക്കുന്നുണ്ട്. അത് നിറയെ ഉണ്ട് ഒരു മുട്ട്. ഇത് വിരിഞ്ഞ് വരുമ്പോൾ എന്ത് രസമായിരിക്കും കാണാൻ. കണ്ടില്ല, ഇതൊക്കെ സ്റ്റാൻഡേർഡ് റോസ് എന്ന് പറയും. ഇതിൻ്റെ മുകളിലാണ് ഈ കാണുന്ന ഭാഗത്താണ് ബഡ് ചെയ്യണത്. ഇതിപ്പം കാട്ട് റോസിൻ്റെ കമ്പ അതിലാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഇതേ നേരെ പടർന്ന് മുകളിലോട്ട് വന്നതാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത് വേറെ സെറ്റ് ചെയ്യുന്നതാണിത്. നമ്മുടെ നാട്ടിലേക്കുള്ളതാണ് മെലസ്റ്റോമി എന്ന് പറയും. മെലസ്റ്റോമി നിൽക്കുന്നുണ്ടല്ലേ, അവിടെ ഇത്രയും ഫ്ലവർ കാണില്ല, ഇത്രയും പവറും കാണാനും രസം കാണില്ല. പക്ഷേ ഇത് നിറയെ എന്നും ഉണ്ടാവും ഇതിലെ ഫ്ലവർ, മെലസ്റ്റോമി എന്ന് പറയും. ഞാൻ നേരത്തെ കണ്ട ചെടിയല്ല, ഇതിലാണ് തേന് നിറഞ്ഞു നിൽക്കുന്നത്. ഈ കാണുന്ന ഫ്ലവറിലൊക്കെ തേന് നിറഞ്ഞിട്ടുണ്ട്. ഇതിൽ വന്ന് കുരുവിയൊക്കെ വന്നിട്ട് അതിനകത്തോട്ട് അതിൻ്റെ ചുണ്ടിറക്കിയിട്ടാണ് കുടിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇന്നലെ നമ്മൾ അവിടെ കണ്ട ഫ്ലവർ ഇതാണ്. ആ കാണുന്ന ആ ഫ്ലവറിനകത്ത് വിരിഞ്ഞ് വരുമ്പോൾ നിറയെ ഇത് തേൻ അതിൽ നിറഞ്ഞു നിൽക്കും. കണ്ടല്ലേ എന്ത് രസമുള്ള ഫ്ലവർ നിൽക്കും. നമ്മുടെ നാട്ടിലും ഇത് പൂക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. രണ്ടില് ഇത് തന്നെയാണ് നീലക്കുറിഞ്ഞ്. ഇത് പൂക്കാറതായില്ല. ഇവിടെ നട്ടിരിക്കുന്നതാണ്. ഇവിടെ മാത്രമേ ഇതേ ഉള്ളൂ. ഇത് വേറെ അടുത്തും മുളയ്ക്കില്ല. അതാണ് എൻ്റെ രീതി. ഞങ്ങളിനി അടുത്ത സൈറ്റിലേക്ക് ഞങ്ങൾ പോകുന്നു. ഇനിയും നിറയെ കാണുവാനുണ്ട്. ഇവിടെ ഒരു ആർച്ച് പോലെ ബാൾസം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനത്തെ ഫ്ലവർ എല്ലാം നാട്ടിൽ കിട്ടുന്നതാണ്. നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് കിട്ടും. പക്ഷേ 100% സത്യസന്ധമായിട്ട് ഫ്ലവറിങ് നമുക്ക് ഈ ഫ്ലവറെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഏത് വെറൈറ്റി ഫ്ലവറുകളും നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും. പിന്നെ 100% സെയിം ഫ്ലവർ തന്നെയാണ്. ഇതെല്ലാം അവിടെ കിട്ടുന്നതാണ്. ഈ കാണുന്ന ഫ്ലവറെല്ലാം ചെടികൾ. ഒരൊറ്റ കളറ് ബാൾസമാണ്. ഈ കാണുന്ന പ്ലാന്റ് ദേവദാരു എന്നാണ്. നല്ല മണമാണിത്. നമ്മുടെ വീട്ടിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല മണമുള്ള ഒരു ഫ്ലവറൊക്കെ ഉണ്ട് ഇതിനകത്ത്. ദേവദാരു പൂത്തു എൻ്റെ മനസ്സിന് താഴ്വരയിൽ. കംപ്ലീറ്റ് സെക്കുലാനാണ്. സെക്കുലാൻ്റെ ഡിഫറെൻറ്റ് മോഡലുകളാണ് ഇതെല്ലാം. ഇത് കാക്ടസ്. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ എൻ്റെ ഗാർഡൻ നഴ്സറിയിൽ ഉണ്ടായിരുന്നതാണ് എല്ലാം. ഞാനതെല്ലാം റിമൂവ് ചെയ്തു. എനിക്കത് കൊണ്ട് നഷ്ടമല്ലാതെ ലാഭം കിട്ടുന്നില്ല. ഇതിൻ്റെ കറക്റ്റ് നമ്മൾ വളർത്തിയെടുക്കേണ്ട രീതികളുണ്ട്. അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. എന്നാണ് ഇത് കണ്ടില്ല. ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ ഇല മതി, ചെറിയൊരു തണ്ട് കിട്ടിയാൽ നമുക്ക് കൊണ്ട് നട്ട് വയ്ക്കാൻ പറ്റും. ഇതെല്ലാം സെക്കുലനാണ്. അവിടെ കാണാൻ രസമുണ്ട്. നല്ല
നമ്മൾ അടുത്ത് പോകുന്ന ഒരു നഴ്സറി ഉണ്ട്. നഴ്സറി ഇല്ല, അവിടെ ഇത് എക്സിബിഷൻ നടക്കുന്ന ഒരു ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരേണ്ട നല്ല ഫ്ലവറിങ് ആണ്. ഇത് വയനാടിൽ നിന്ന് വരുന്ന ഫ്ലവർ പ്ലാന്റാണ്. വയനാട്ടിലാണ് മെയിനായിട്ട് അവിടെ ഉള്ള പേര്. ഈസ്റ്റർ കാക്ടസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈസ്റ്റർ കാക്ടസ്. ഇങ്ങനെല്ലാം ബിഹോണിയുടെ വെറൈറ്റി ഡിഫറെൻ്റ് മോഡൽ. സ്ട്രോബെറി ബിഹോണിയ കുറേ പേരുകളിൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇതൊന്നും. എന്ത് രസം നോക്കി. കുറേ പ്ലാന്റുകളുടെ പേരൊക്കെ മറന്നു പോയേക്കാം. അത് സത്യം. നഴ്സറി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം അറിയാമായിരുന്നു പേരുകൾ. ഇപ്പോൾ ഒന്നും അതിൻ്റെ പേരുകളൊന്നും അറിയില്ല. ഇത് സെക്കുലാൻ്റെ സെയിലിന് വേണ്ടി ഇരിക്കുന്നതാണ്. 150 രൂപ, 100 രൂപ ഓരോ പ്ലാന്റിൻ്റെ റേഞ്ച് അനുസരിച്ചിരിക്കുകയാണ്.